ബാക്ക് സ്റ്റാബ് ചെയ്തു അല്ലെങ്കിൽ നീ എന്നെ കട്ടപ്പാന്ന് വിളിച്ചതിന്റെ റീസൺ എന്താണ്? ഈ നാട്ടുകാരോട് കൂടി ഒന്ന് പറ, അവരും ഞാനും ഒന്ന് അറിയട്ടെ. നിനക്കറിയില്ല അല്ലേ? അമ്മാവൻ കാര്യമായിട്ട് ചെറിയുന്നുണ്ടല്ലോ. അമ്മാവൻ ചൊറിഞ്ഞൊറിഞ്ഞ് തല്ല് വെച്ച് കൂട്ടുന്നു തോന്നി. അതെന്താണെന്ന് ചോദിച്ചേ. എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് നിന്നോട്. എന്താ? അതിപ്പോ പറയാൻ കഴിയില്ല. ബാക്ക് സ്റ്റാബിങ് ആരാ ചെയ്തെന്നറിയാവോ? നിന്റെ PR. ഈശ്വര, ഞാനോ? അല്ല പിന്നെ ഞാനായിരിക്കും. അവൻ തന്നെയായിരുന്നു എന്റെ PR. എന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് എന്തോരം പൈസ അവൻ വാങ്ങിച്ചെന്നറിയാവോ? എന്താണെന്ന് അറിഞ്ഞൂടാ. മുഖത്ത് നിറച്ച് വിനയം വാരി തേച്ച് വെച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഉള്ളിൽ കിടക്കുന്ന ഫ്രാഡുകൾ പുറത്തോട്ട് തള്ളിക്കാർ വരും. എന്നിട്ട് നമ്മൾ രണ്ടുപേരും കൂടി വീഡിയോ ഇട്ടിട്ടാണ് അവൻ ബാക്ക് സ്റ്റാബ് എന്ന് പറഞ്ഞിട്ട് കുറെ കട്ടപ്പയുടെ സാധനം ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. നീ എനിക്ക് പണിയുമായിരുന്നല്ലടാ. വെറുതെ ഇയാൾ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ പറയണാണ് സാർ. ഞാൻ നീ എന്തൊക്കെ ചെറ്റത്തരം കാണിക്കാവോ അതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ മനസ്സിലായില്ലേ എനിക്ക് അല്പം തൊലിക്കട്ടി കൂടുതലാണെന്ന്, നാണവും മാനവും ഇത്തിരി കുറവാണെന്ന്. എത്ര മോശമാക്കാവോ അത്ര മോശമാക്കിയിട്ടുണ്ട്. ഇതൊന്നും കണ്ട് വിരളാൻ പാടില്ല കുഞ്ഞുങ്ങളെ. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ? ആ കട്ടപ്പ, ഞാൻ വിഷം, ഞാൻ പാമ്പ്, എന്തൊക്കെ ഞാൻ കേൾക്കുന്നത് അറിയാവോ നിനക്ക്? ഞാൻ നിങ്ങളിൽ നിന്ന് ഇത്രയും പ്രതീക്ഷിച്ചില്ല. മോശമായി പോയിട്ടോ, ഭയങ്കര മോശമായി പോയി. നീ ഒറ്റ കാരണം എനിക്ക് എന്തോരം പ്രശ്നം അറിയാവോ? കുറെ കാലമായി ഞാൻ സഹിക്കുന്നു. ഇനി ഇതുപോലുള്ള വൃത്തികേടും കാണിച്ച് എന്റെ പുറകെ നടന്നാലുണ്ടല്ലോ. നീയാണ് ഇവിടെ ശരിക്കും ബാക്ക് സ്റ്റാബ് ചെയ്തോണ്ടിരിക്കുന്നത്. ഞാൻ പോയ ആഴ്ച കഴിഞ്ഞപ്പോ നീ ഇവരെ ബാക്ക് സ്റ്റാബ് ചെയ്തില്ലേ? ആ പാവാനി ചേട്ടനെ, പുള്ളിക്കാരൻ നല്ലൊരു മനുഷ്യനായിരുന്നു. എനിക്ക് റെസ്പെക്ട് ഉണ്ടായിരുന്നു പുള്ളിക്കാരന്റെ അടുത്ത്. ഒരു പേഴ്സണ് മറ്റൊരു പേഴ്സണോട് കാണിക്കാവുന്ന വളരെ മാന്യമായ ഒരു മര്യാദകളുണ്ട് ഈ ലോകത്ത്. We people used to call it cheating. You know cheating. ആ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഇത്ര ഹൈ ലെവലിൽ നിന്ന ഒരാളാ. ആളുടെ ഇമോഷൻ വെച്ചിട്ട് അവള് കളിച്ചോണ്ടിരിക്കുന്നത്. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. കാണിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. ഇവളെന്താ വിചാരിച്ചിരിക്കുന്നത്? എല്ലാവരും ഹ്യൂമൻ ക്യാമറ വെക്കാം. വർഷം കുറെ ആയില്ലടോ, താനിനി എന്താ നന്നാവുന്നേ? ഞാൻ ആലോചിക്കണം. അല്ലെങ്കിൽ എല്ലാവരും ഇമോഷൻ വെച്ച് കളിക്കാന്നാണോ വിചാരിച്ചിരിക്കുന്നത്? എനിക്ക് അത്രയ്ക്ക് ദേഷ്യം വന്നു.